നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം പാർട്ടിയിൽ വളരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടാണ് DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായത്. ഇതുവരെ അദ്ദേഹം കർണാടകയുടെ ഉപമുഖ്യമന്ത്രി മാത്രമായിരുന്നു. അതായത് 2023 കർണാടകയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന BJP സർക്കാരിനെ താഴെയിറക്കി വലിയ വിജയം അന്ന് കോൺഗ്രസ് നേടിയിരുന്നു. ഈ വിജയത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു KPCC അധ്യക്ഷനായിരുന്ന DK ശിവകുമാർ. അതുകൊണ്ട് തന്നെ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി വരും എന്നെല്ലാവരും കരുതിയിരുന്നു. പക്ഷേ DK ശിവകുമാർ മുഖ്യമന്ത്രിയായില്ല. പകരം മുഖ്യമന്ത്രിയായത് സിദ്ധരാമയ്യ ആയിരുന്നു. തനിക്കാണ് ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിനെ സമീപിച്ച സിദ്ധരാമയ്യയെ തള്ളിമാറ്റാൻ ഹൈക്കമാൻഡിന് സാധിച്ചില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായി. 2.5 കൊല്ലത്തിന് ശേഷം ഒഴിഞ്ഞുകൊടുക്കണം എന്ന് അന്നേ ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നതാണ്. നോക്കാം എന്ന് മാത്രമായിരുന്നു സിദ്ധരാമയ്യയുടെ മറുപടി. 2.5 കൊല്ലത്തിന് ശേഷവും അദ്ദേഹം ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് കേരള തെരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കപ്പെട്ടു. അതോടുകൂടി കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറി തുടങ്ങി. MLA-മാർ കൂടെ ഉണ്ടായിരുന്നിട്ടും KC വേണുഗോപാലിനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കിയില്ല എന്ന ചോദ്യം അത് DK ശിവകുമാറിന് വലിയ പിടിവള്ളിയായി. പിന്നീട് DK ശിവകുമാർ മുഖ്യമന്ത്രിയായി. ഹൈക്കമാൻഡ് വലിയ സമ്മർദ്ദം ചെലുത്തി സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് വേണം കരുതാൻ. ഹൈക്കമാൻഡ് പകരം രാജ്യസഭാ സ്ഥാനവും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ പദവിയുമെല്ലാം വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇതെല്ലാം സിദ്ധരാമയ്യ സ്നേഹപൂർവ്വം നിരസിച്ചു. തൻ്റെ MLA-മാർക്കൊപ്പം താൻ കർണാടക രാഷ്ട്രീയത്തിൽ തുടരും എന്നാണ് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത്. സിദ്ധരാമയ്യ കർണാടക രാഷ്ട്രീയത്തിൽ തുടരുന്നു എന്ന് പറഞ്ഞാൽ DK ശിവകുമാറിന് അത്ര ലളിതമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അർത്ഥം. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായ ഉടൻ തന്നെ മുട ഭൂമി കുംഭകോണ കേസ് ഉയർന്നു വന്നിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ DK ശിവകുമാർ മുഖ്യമന്ത്രിയായ ഉടൻ തന്നെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് BJP. ഏതാണ്ട് 39,000 കോടി രൂപയുടെ അഴിമതി DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജന പ്രോജക്റ്റിന്റെ ഭാഗമായി ആ പ്രോജക്റ്റിന്റെ ചെലവ് കൃത്രിമമായി വർദ്ധിപ്പിച്ചുവെന്നും ടെൻഡർ നടപടികൾ ചില കമ്പനികൾക്കായി ഇളവ് ചെയ്തു കൊടുത്തുവെന്നും അങ്ങനെ ഏതാണ്ട് 39,000 കോടിയുടെ നഷ്ടം സംസ്ഥാന ഖജനാവിനുണ്ടാക്കിയെന്നുമാണ് BJP ഇപ്പോൾ ഗുരുതരമായ അഴിമതി ആരോപണം DK ശിവകുമാർ പുതിയ മുഖ്യമന്ത്രി DK ശിവകുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 260 രൂപയാണ് ഓരോ ടൺ മാലിന്യവും നീക്കം ചെയ്യാനായി ലോഡ് ചെയ്യാനായി നൽകി വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 2,400 രൂപയായി വർദ്ധിപ്പിച്ചു. 6,117 കോടിയുടെ പ്രോജക്റ്റ് 39,000 കോടി രൂപയുടെ പ്രോജക്റ്റാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഈ 2 മാറ്റത്തിലും വലിയ അഴിമതി ഉണ്ടെന്നും ഇത് കോടിക്കണക്കിന് രൂപ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നതാണെന്നുമാണ് BJP ആരോപിക്കുന്നത്. സംസ്ഥാനത്തെ വേസ്റ്റ് മാനേജ്മെന്റിലത്തെ പോലും വലിയ അഴിമതി കാട്ടാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറെടുക്കുകയാണ് എന്ന് BJP കുറ്റപ്പെടുത്തുന്നു. മുട ഭൂമി കുംഭകോണത്തിന് ശേഷം കർണാടക രാഷ്ട്രീയം കേൾക്കുന്ന ഏറ്റവും വലിയ അഴിമതി കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ന് പറഞ്ഞാൽ അധികാര കസേരയിൽ ഇരുന്നപ്പോൾ ആദ്യ നാളുകളിൽ തന്നെ എന്താണോ സിദ്ധരാമയ്യയ്ക്ക് നേരിടേണ്ടി വന്നത് അതേ കാര്യം ആദ്യ നാളുകളിൽ തന്നെ DK ശിവകുമാറും നേരിടുകയാണ്. ഭൂമി കുംഭകോണമാണ് സിദ്ധരാമയ്യയുടെ പേരിൽ വന്നിരുന്നതെങ്കിൽ ഇപ്പോഴിതാ മാലിന്യ കുംഭകോണമാണ് DK ശിവകുമാറിന്റെ പേരിൽ വന്നിരിക്കുന്നത്. DK ശിവകുമാറിന് ഇനി അങ്ങോട്ടുള്ള ഭരണം അത്രമാത്രം സുഗമമായിരിക്കില്ല എന്ന ചെറിയ സൂചന കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും കർണാടക രാഷ്ട്രീയം കുഴഞ്ഞു മറിയുകയാണ്. ശേഷിക്കുന്ന 2 വർഷക്കാലം മാത്രമാണ് ഇനിയിപ്പോൾ DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയുക. അദ്ദേഹം മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുകയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തതിനു ശേഷം വകുപ്പുകളുടെ തരംതിരിവിലും മറ്റും വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ വിവാദങ്ങളൊക്കെ ഏതാണ്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും അടുത്ത വിവാദം ഉണ്ടാകുന്നത്. സത്യത്തിൽ DK ശിവകുമാർ കർണാടകത്തിലെ പ്രതിപക്ഷ പാർട്ടിയായ BJP അല്ല, തൻ്റെ ഒപ്പമുള്ള സിദ്ധരാമയ്യ പക്ഷത്തെയാണ് എതിർക്കുന്നതെന്നും അവരെയാണ് ഭയപ്പെടുന്നതുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. സിദ്ധരാമയ്യയുടെ കളിയുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് എന്ന് DK ശിവകുമാറിന് സംശയമുണ്ട്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു.